ഒരു 100 റൗണ്ട് ഓട്ടം പണിഷ്മെന്റ് ആയിട്ട് ആര്യന് കൊടുത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ ആ ചിരി പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആര്യന് പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ആ ശൈത്യയുടെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഇടയിൽ പൊട്ടിച്ചിരിച്ച് കളിച്ചതും ചിരിച്ചതും അല്ലെങ്കിൽ അവിടെ നടത്തിയ ഒരു കസർത്തിനും അല്ല, ചെറിപ്പറഞ്ഞത് ശരിക്കും കുറ്റമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അക്ബറിന്റെ കേസിൽ അക്ബർ അനീഷിനെ പില്ലോ എടുത്തെറിഞ്ഞത് ഒരു വലിയ വിഷയമായിട്ട് ലാലേട്ടൻ സമ്മതിക്കുന്നുണ്ട്. അതിന് നന്നായിട്ടൊരു സംസാരം അവിടെ ഉണ്ടായി. അപ്പോൾ എന്തായാലും ചെറിപ്പറഞ്ഞ വിഷയത്തിൽ ആര്യന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നലത്തെ എയറിൽ കയറ്റിയ സംഭവം ഇന്ന് ആര്യനെ സ്പേസിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പണിഷ്മെന്റ് ലാലേട്ടൻ പറയുകയാണ്. ഞാൻ കരുതി ശരിക്കും പറഞ്ഞാൽ ഇതൊരു തമാശയായിട്ട് എല്ലാവരുടെ അടുത്തുനിന്നും നിങ്ങൾ എന്ത് പണിഷ്മെന്റ് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇത്തവണത്തേക്ക് ക്ഷമിച്ചു വിട്ടേക്കാം ലാലേട്ട എന്നെങ്ങാനും പറയുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്തായാലും അങ്ങനെയല്ല സംഭവിച്ചത്. പക്ഷെ എങ്കിലും ഈ ഒരു പണിഷ്മെന്റ് ഒരു സിലി പണിഷ്മെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആര്യനെ ഇപ്പം എവിക്ഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രേക്ഷക വിധിക്കായിട്ട് ഡയറക്റ്റ് ആയിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ആര്യന് വലിയ ഒരു സീനായിട്ട് തോന്നുന്നില്ല. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ആര്യന് നല്ലൊരു സപ്പോർട്ടൊക്കെ ഉണ്ടാകും. ആര്യൻ ഇതിനകത്തൊരു ഫിഗർ ആണ്, ഒരു പബ്ലിക് ഫിഗർ പോലെ മാറിയിട്ടുണ്ട്. ബിഗ് ബോസിൽ ഇത്രയും ദിവസം നിന്ന് ആര്യനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ആര്യന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രേക്ഷകർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ആയിരിക്കാം എന്തായാലും വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യനും വലിയൊരു പേടി ഉണ്ടാവണം എന്നില്ല. അവിടെയുള്ള മറ്റ് സഹ മത്സരാർത്ഥികൾക്കും ആ പേടിയൊന്നുമില്ല. പിന്നെ എന്താണെങ്കിലും ഇങ്ങനൊരു ഡയറക്റ്റ് എവിക്ഷൻ നോമിനേഷനിലേക്ക് ആര്യൻ വന്നാലും വന്നില്ലെങ്കിലും അവിടെ ഉള്ള മറ്റ് സഹ മത്സരാർത്ഥികളെല്ലാം തന്നെ ആര്യനെ എന്തായാലും നോമിനേറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആര്യൻ ഇങ്ങനൊരു ശിക്ഷ കിട്ടിയത് വളരെ സില്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പകരം ഈ പറയുന്ന ലാലേട്ടൻ പോയതിനു ശേഷം അക്ബർ അല്ല അപ്പാനിയോട് ആര്യൻ സംസാരിക്കുന്നുണ്ട്. അതായത് ആ ഒരു മൊട്ടത്തോട് തലയിലിരിപ്പുണ്ടല്ലോ, താൻ ഇവിടുത്തെ പുലിയല്ല എലിയാണ് എന്ന്, അത് ആ ഒരു പണിപ്പുര ടാസ്കിന്റെ മാത്രം ബേസിസിൽ എനിക്ക് കിട്ടിയതാണ് എന്നൊക്കെ ഇങ്ങനെ വളരെ ഇമ്മച്യൂറായിട്ട് അപ്പാനിയോട് ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതിന്റെ കൂട്ടത്തിൽ ആര്യൻ മറ്റൊരു ഡയലോഗ് പറയുന്നത്, ഇതിനു മുമ്പ് നടന്ന എല്ലാ ടാസ്കിലും ഞാനാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത്. അപ്പോൾ ഈ ഒരു ഒറ്റ ടാസ്കിന് ഞാനൊന്ന് ഇത്തിരി തെറ്റുപറ്റി പോയനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ ആര്യൻ പറയുന്നുണ്ട്. അങ്ങനെ അത്രയും വലിയൊരു ഫിസിക്കൽ ടാസ്ക്, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയാ, ഇതൊരു കോമ്പറ്റീഷൻ അല്ലല്ലോ, ബിഗ് ബോസ് ഷോ അല്ലേ. അപ്പോൾ ബിഗ് ബോസ് ഷോയിൽ ജസ്റ്റ് ഓട്ടം ചാട്ടം എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വ്യക്തിയാണ് ആര്യൻ എങ്കിൽ ഒരു 100 റൗണ്ട് ഓട്ടം ഓടിച്ചാൽ മതി. അതായിരുന്നു ലാലേട്ടൻ കൊടുക്കേണ്ടിയിരുന്ന പണിഷ്മെന്റ്. അതായത് ആര്യൻ മനസ്സിലാക്കേണ്ട കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിന് മാത്രം പറ്റിയൊരു ഗെയിം ഒന്നും അല്ല. അവിടെ BP പേഷ്യൻ്റ് ഉൾപ്പെടെ പല പേഷ്യൻസും ഉണ്ട്. അതുപോലെ തന്നെ കുറേ പേരിപ്പം അഭിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അഭി ഒരിക്കലും ഒരു ഡിസേബിൾഡ് മാൻ ഒന്നും അല്ല, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭി. അഭി ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇവിടെ ആരെ ചൂസ് ചെയ്താലും ഒരു ടാസ്കിന്റെ കാര്യത്തിൽ ജിസേല് ആര്യൻ ജിസേല്, അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ കരുതുന്നത് എന്നൊക്കെ അഭി നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ ആ അഭി പറഞ്ഞ കാര്യം, അഭിയാണ് ആ കാര്യം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞത്. അഭി ആ പറഞ്ഞ കാര്യം കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആര്യന് വേണ്ടിയിട്ട് നല്ലൊരു പണിഷ്മെന്റ് എന്തായാലും കൊടുക്കാമായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ലാലേട്ടന് ഇത്തവണ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഇന്നലത്തതിനേക്കാൾ കൂടുതൽ ഇന്ന് നല്ലയായിരുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് എന്തുകൊണ്ട് അടിപൊളി ആയില്ല എന്ന് എനിക്ക് തോന്നി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആയിരുന്നു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അക്ബറിന് കിട്ടിയ ആ ഒരു ശിക്ഷയൊക്കെ വലുതായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു എന്താ പറയാ, അടുക്കളയിലൊക്കെ കയറി പാത്രങ്ങളൊക്കെ നോക്കുന്നു, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊമോ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും തീർന്നു, എല്ലാവരെയും വലിച്ചു കീറി ഒട്ടിക്കും എന്നൊക്കെയാണ് കണ്ടത്. പക്ഷെ ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റൈലിൽ വളരെ കൂളായിട്ടാണ് എല്ലാവരോടും സംസാരിച്ചത്. പിന്നെ ദേഷ്യപ്പെടേണ്ട രീതിയിലൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു പഞ്ച് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എവിക്ഷനും അതുപോലെ ആ ഒരു ടാസ്കും എല്ലാം നന്നായിട്ട് നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു ഇന്നത്തേത്. ഏതായാലും ആര്യനൊരു 100 റൗണ്ട് ഓട്ടം അത് നമുക്ക് അടുത്തൊരു ഇതിൽ ഞാൻ പറഞ്ഞു വെച്ചേക്കാം. എങ്ങാനും BB ക്രൂ ഇത് കാണുന്നുണ്ടെങ്കിൽ ആര്യനൊരു ഫിസിക്കൽ ടാസ്ക് കൊടുത്ത് പണിഷ്മെന്റ് ചെയ്യുക. കാരണം ആര്യൻ വിചാരിച്ചിരിക്കുന്നത് ഇതേ കണക്കുള്ള ഓട്ടം ചാട്ടം ഇതിൽ 1ാം നമ്പർ ആവുക, ട്രോഫി മേടിക്കുക, അതാണ് ബിഗ് ബോസ് കപ്പ് എന്നാണ്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.